കർത്താവേ. ഓ ശ്ശെ. നിരാശ കാമുകനെ പിടിച്ചൊന്ന് കുലുക്കിയാലോ? എന്താടാ, നിരാശ കാമുകനെ പ്രേമം തലയ്ക്ക് പിടിച്ചോ? നീ ഒന്നും മിണ്ടായിരുന്നേ, മനുഷ്യന് സ്വസ്ഥതയും തരില്ല. ഓഹോ, അല്ലെങ്കിലും എല്ലാവർക്കും സ്വസ്ഥത കൊടുക്കുന്ന ഒരാള്. ഞാൻ ആർക്കും സ്വസ്ഥത കൊടുക്കാറിഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ നിങ്ങളൊക്കെ അല്ലേ. സമ്മതിച്ചു, ഞാനാ. പക്ഷെ നിന്റെ പപ്പയും മമ്മിയും നീ അമേരിക്ക മൊത്തം അലമ്പാക്കുന്ന പറഞ്ഞില്ല ഇങ്ങോട്ട് ഓടിച്ചത്. ഒന്നും മിണ്ടായിരിക്കും പാറു, പ്ലീസ്. അനു പോയത് നന്നായി. നിനക്ക് അങ്ങനെ തന്നെ വേണം. എടാ, ചിഞ്ചുട് കൂടെയാടാ ദൈവം. നീ ഇപ്പോഴെങ്കിലും അവളുടെ സ്നേഹം ഒന്ന് തിരിച്ചറിയേ. ദേ പാറു, എന്റെ മൂഡ് ശരിയല്ലാണ്ടിരിക്കുക, വെറുതെ സീനാക്കല്ലേ. എടാ ടോണി, അവൾ നിന്നെ വിട്ടിട്ട് പോയതാടാ. അവൾ അങ്ങനെ ഇട്ട് പോകത്തൊന്നുമില്ല. എന്റെ അനുവിന്റെ സ്നേഹം സത്യമുള്ളതാ, അല്ല നിന്റെ സാജന്റെയും പോലെ അല്ല. എന്റെയും സാജന്റെ പ്രേമത്തിൽ എന്താടാ കുഴപ്പം? കുഴപ്പങ്ങളല്ലേ ഉള്ളൂ. അവനൊരു നല്ല പയ്യനാ. അവന് നിന്നോട് പ്രേമം തോന്നിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും അനു എത്രയാ ചിരിച്ചിട്ടുള്ളതെന്നറിയോ? ഒരുപാട് ചിരിച്ചിട്ടുണ്ടോ അതോ കുറച്ച് ചിരിച്ചിട്ടുള്ളോ? ഒരുപാട് ഒരുപാട് ഒരുപാട്. അതുകൊണ്ടായിരിക്കും അവൾ ഒരുപാട് ഒരുപാട് ദൂരത്തേക്ക് പോയത്. ഒരുപാട് ദൂരത്തേക്കെന്ന് പറയാൻ അമേരിക്കക്കൊന്നും അല്ല പോയത്. ഇനി അമേരിക്കക്കാണെങ്കിലും ടോണിക്കും അമ്മയെ വിളിക്കേണ്ട താമസം. ടോണി അവിടെ പറന്ന്. വേണ്ട 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 വേണ്ട, നീ അമേരിക്കയ്ക്ക് ഒന്നും പോകണ്ട. ഒന്ന് ബാംഗ്ലൂർ വരെ പോയി കാണിക്കേ. പോയാലെന്താ, എന്നെ ബാംഗ്ലൂർ വരെ അവിടെ കയറ്റത്തില്ലേ? അത് അവരോട് തന്നെ ചോദിക്കണം. പോടി ടോണി, പോ. ഈ കൊച്ചു വിട്ട് നീ പോയി കഴിഞ്ഞാൽ റോയ്ഷൻ നിന്റെ മുട്ടുകാലെ തള്ളി ഓടിക്കും. അല്ലെങ്കിലും അവിടെ ചെന്നിട്ടും കാര്യമില്ലല്ലോ. അവിടെ എവിടെ ചെന്ന് അവളെ കണ്ടുപിടിക്കാനാ? സമ്മതിച്ചോ? എന്ത് തോൽവി. എന്ത് തോൽവി? നീ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഐഡിയ പറയാം. അയ്യടാ, അങ്ങനെ നിന്റെ ഐഡിയ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ തോറ്റു തരുന്നില്ല. നീ അങ്ങനെ ജയിക്കണ്ട. അയ്യേ, നീ എന്തോ ഒരുമാതിരി പിള്ളേരെ പോലെ. ഛേ, നിന്റെ സംസാരം വലിയ പിള്ളേരെ പോലെയാണല്ലോ. എനിക്കിത് മതി, എഴുന്നേറ്റ് പൊടി. ശരി, ഞാൻ പൊക്കോളാം. ഫ്രണ്ട്സ് ആവുമ്പോൾ തല്ലുകൂടും, വഴക്കടിക്കും, അതൊക്കെ ശരിയാ. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒന്നിച്ചു നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ നിനക്ക് ഒരു ഐഡിയ ഞാൻ പറയാൻ വന്നത്. എന്നോട് നീ എണിച്ചു പോവാൻ പറഞ്ഞില്ലേ? ശരി, ഞാൻ പൊക്കോളാം. ജയവും തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്താ ഐഡിയ എന്ന് വെച്ചാൽ പറ. ഓക്കെ. എടാ മണ്ട, നീ നേരെ ചെന്ന് റീന മാഡത്തിനോട് ബാംഗ്ലൂർ കമ്പനിയുടെ നമ്പർ ചോദിക്കണം. നമ്പർ കിട്ടിക്കാൻ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആയില്ലേ? അല്ല, മാഡത്തിന്റെ നമ്പർ അറിയായിരിക്കോ? എടാ, നീയല്ലേ പറഞ്ഞത് മാഡത്തിന്റെ റെക്കമെൻഡേഷനിൽ അവൾക്കൊരു ജോലി കിട്ടിയതെന്ന്. അവർക്ക് നമ്പർ അറിയാതിരിക്കോ? താങ്ക് യു പാറു, നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിലല്ല പിന്നെ ഞാൻ ആരുടെ മുമ്പിൽ തോക്കാൻ എന്റെ പാറുക്കുട്ടാ. യെസ് യെസ്, താങ്ക് യു. അപ്പോ ഇനി നമ്പർ കിട്ടാനായിട്ട് ഒരു നമ്പർ ഇടണം.